ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ 5000 രൂപയാണ് എനിക്കൊരു ആപ്ലിക്കേഷൻ വെറും ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് ലോണായിട്ട് ലഭിച്ചിട്ടുള്ളത്. 4262 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും 1330 രൂപ വെച്ച് 4 തവണയായി 64 ദിവസം കൊണ്ട് ഇത് തിരിച്ചടച്ചാൽ മതി. ഏകദേശം 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന, അത് ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFCയെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എങ്ങനെ അപ്ലൈ ചെയ്യണം നടക്കും ഫുള്ള് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 100% ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപ്ലൈയിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്രൂവലായി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം 1000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 0 to 36% പെർ ആനം. ടെന്യൂർ തിരിച്ചടവ് കാലാവധിയായിട്ട് പറയുന്നത് 64 ദിവസം മുതൽ 120 ദിവസം വരെയാണ്. ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 0 to 125% ആണ്. ഇനി ലോ പ്രോസസ്സിംഗ് ഫീ ആണ്. പ്രോസസ്സിംഗ് ഫീ വളരെ കുറവാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് റീപേയ്മെൻറ്റ് ഓപ്ഷൻ ആപ്പ് ത്രൂ തന്നെ നമുക്ക് റീപേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ഡിസ്ബേഴ്സ്മെൻറ്റ് ലോണൊക്കെ പെട്ടെന്ന് തന്നെ അപ്രൂവലായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്നാണ് ഇവർ പറയുന്നത്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു 50,000 രൂപ 120 ദിവസത്തേക്ക് 33% പെർ ആനം ഇൻട്രസ്റ്റ് റേറ്റിൽ എടുക്കുകയാണെങ്കിൽ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 2500 രൂപ 5% വരും. അതുപോലെ GST എന്ന് പറയുന്നത് 455 രൂപ. ലോൺ ഡോക്യുമെൻറ്റ് സൈനിങ് ഫീ എന്ന് പറഞ്ഞിട്ട് 25 രൂപ. ടോട്ടലായിട്ട് ഇൻട്രസ്റ്റ് വരുന്നത് 5500 രൂപ. EMI വരുന്നത് 13875 രൂപ. ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് 50.88%. എമൗണ്ട് ഡിസ്ബേഴ്സ് ആവുന്നത് 48,289 രൂപയും. ടോട്ടലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് 55,000 രൂപയാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 22 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തി ആയിരിക്കണം. സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻകം മന്ത്ലി ഒരു മാസ വരുമാനം ഉണ്ടായിരിക്കണം. ഈ ഡോക്യുമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ ഒരു സെൽഫി, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ടാപ്ലൻറ്റ് പേഴ്സണൽ ലോൺ എന്നാണ്. ഏകദേശം 4.5 സ്റ്റാർ റേറ്റിങ്ങും 10 ലക്ഷം പ്ലസ് ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്ത് പോകാം. അപ്പോൾ വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചാടിക്കയറിപ്പോയി അപ്ലൈ ചെയ്യരുത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അറിയണ്ടേ. സോ ആദ്യം തന്നെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. സോ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറൂടെ എൻ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒരു OTP വരുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്. ഒരു 1 ടൈം പാസ്വേഡ്, ഒരു 6 അക്ക നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കുക. അതിനുശേഷം കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കും. SMS, ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ, ലൊക്കേഷൻ, അങ്ങനെ തുടങ്ങിയ കുറച്ച് പെർമിഷൻസ് ഒക്കെ. അതൊക്കെ താഴെയുള്ള ആ ചെക്ക് ബോക്സിൽ ടിക്ക് കൊടുത്തുകൊണ്ട് കൺഫേം കൊടുക്കുക. സോ ഞാനത് കൺഫേം കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ കാണിക്കുന്നുണ്ട് മാക്സിമം അപ് ടു 2 ലാക്ക് വരെയാണ് ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. സോ ആ ഒരു താഴെ കാണുന്ന അപ്ലൈ നൗ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ അതിനു മുമ്പ് കുറേ ഭാഗങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് പ്രൊഫൈല്, അതുപോലെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, KYC വെരിഫിക്കേഷൻ, റെഫറൻസ് കോൺടാക്ട്സ്, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സോ അതിനായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിൻ കോഡ്, ജെൻഡർ, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഫാദറിൻ്റെ ഫുൾ നെയിം, അതുപോലെ നമ്മുടെ ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ, ഇമെയിൽ ID കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ അത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ ബാങ്ക് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അത് സാലറീഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. സാലറീഡിനും സെൽഫ് എംപ്ലോയിഡിനും ഈ ഒരു ലോണ് അപ്രൂവൽ കിട്ടുന്നതാണ്. സോ നമുക്കിവിടെ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ സാലറി എത്ര രൂപയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വർക്ക് ഇൻഫോ, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കുക. അതായത് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ്, അതായത് നമ്മൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ ഡെവലപ്പർ, അങ്ങനെയുള്ള ഏത് മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മന്ത്ലി ഇൻകം, മാസം എത്ര നമുക്ക് വരുമാനം ഉണ്ട് എന്നുള്ളത് താഴെ INR എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക. ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും.
അവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ ആധാർ OTP വെരിഫിക്കേഷനാണ്. അതിനായി നമ്മൾ വെരിഫൈ വിയ ആധാർ OTP എന്നുള്ള സെലക്ട് ചെയ്യുക. അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷനാണ്, നമ്മൾ ആധാറാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഭാഗത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് OTP കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെൽഫി ഇവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഒരു സെൽഫിയാണ്. സോ ആ ഒരു താഴെ കാണുന്ന ക്യാമറയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാമറ ഓപ്പൺ ആവുകയും നമ്മളൊരു സെൽഫി എടുത്ത് അതുകൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായി നമ്മൾ കുറച്ച് റെഫറൻസ് ആണ്, അതായത് കോൺടാക്ട്സ് ആണ് കാര്യങ്ങൾ. നമ്മൾ ലോൺ കാര്യങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഇവർ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു 3 റെഫറൻസ് ആണ് ചോദിക്കുന്നത്. സോ അതിനായിട്ട് നമ്മുടെ റെഫറൻസ് നമ്മുടെ അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സോ ആരുടെയെങ്കിലൊക്കെ നമ്പർ, പേര്, അതുപോലെ അവരുടെ റിലേഷൻഷിപ്പ് ഏതാണ് സെലക്ട് ചെയ്യുക, അവരുടെ കോൺടാക്ട് നമ്പർ, ഇത്രയും കാര്യങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് റെഫറൻസ്, അതുപോലെ സെക്കൻഡ് റെഫറൻസ്, തേർഡ്, ചിലർക്ക് തേർഡ് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ തേർഡ് റെഫറൻസും കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യണം. സോ എനിക്ക് അപ്രൂവൽ ആയ എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയാണ്. 4262 രൂപ ഡിസ്ബേഴ്സ് ആവും. 1330 രൂപ വെച്ച് 4 EMI 64 ദിവസത്തേക്ക്. ടോട്ടലായിട്ട് ഇൻട്രസ്റ്റ് 320. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് മൊത്തമായിട്ട് 5320 രൂപ അടയ്ക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കൺഫേം കൊടുത്തുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. സോ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പ് ത്രൂ തന്നെ തിരിച്ചടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്